പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ. നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങളിലെ ട വർഗ്ഗമാണ് നമ്മൾ പഠിക്കുന്നത്. അതിലെ ട പഠിച്ചു, ഠ പഠിച്ചു, ഡ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഠ എന്ന അക്ഷരമാണ്. നാലാമത്തെ അക്ഷരമായ ഠ. അതിൽ അഞ്ചാമത്തെ അക്ഷരമായ ണ ടീച്ചർ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ നല്ലൊരു ആംഗ്യപ്പാട്ടും ടീച്ചർ പഠിപ്പിച്ചു തരാം. എല്ലാവരും റെഡിയല്ലേ? ഓടി വരി. ഇന്ന് ടീച്ചർ പാടാൻ പോകുന്ന ആംഗ്യപ്പാട്ടിൻ്റെ പേര് വിഡ്ഢിയുടെ കൊട്ടാരം എന്നാണ്. കാട്ടിലുണ്ടൊരു രാജാവ്, വിഡ്ഢിയായൊരു രാജാവ്, ചിണ്ടൻ സിംഹരാജാവ്, തീറ്റക്കൊതിയൻ രാജാവ്, തീറ്റക്കൊതിയൻ രാജാവ്. മന്ത്രിയായ കുറുക്കച്ചൻ, സൂത്രക്കാരൻ കുറുക്കച്ചൻ, ഡിങ്കൻ വമ്പൻ കുറുക്കച്ചൻ, കാര്യക്കാരൻ കുറുക്കച്ചൻ, കാര്യക്കാരൻ കുറുക്കച്ചൻ. പണിയൊന്നും ചെയ്തിടാതെ കുത്തിയിരിക്കും രാജാവ്, കൊണ്ടുവായോ മാനിനെ എന്ന് ആജ്ഞാപിക്കും രാജാവ്, ആജ്ഞാപിക്കും രാജാവ്. ഡിങ്കൻ പോയി കഷ്ടപ്പെട്ട് പിടിക്കും മാനിനെ എല്ലാമേ, ഒട്ടും ബാക്കി വെക്കാതെ തിന്ന് തീർക്കും രാജാവ്, തിന്ന് തീർക്കും രാജാവ്. വയറ് വിശന്നു തളർന്നപ്പോൾ ഡിങ്കൻ മനസ്സിലുറപ്പിച്ചു, കൊതിയൻ രാജാവിനി വേണ്ട ഈ മൂഢൻ നാട് ഭരിക്കേണ്ട, കൊതിയൻ രാജാവിനി വേണ്ട ഈ മൂഢൻ നാട് ഭരിക്കേണ്ട. ഇവനെ കാടുകടത്തേ, കാടിൻ രാജാവാകേണം, തക്കം പാർത്തു കുറുക്കച്ചൻ, സൂത്രക്കാരൻ കുറുക്കച്ചൻ, സൂത്രക്കാരൻ കുറുക്കച്ചൻ. ഒരു നാൾ രാജാവ് അരുൾ ചെയ്തു, വേണമെനിക്കൊരു കൊട്ടാരം, ആരും കൊതിക്കും കൊട്ടാരം, ആഡംബര കൊട്ടാരം, ആഡംബര കൊട്ടാരം. ഡിങ്കൻ ചൊല്ലി ആവട്ടെ, കഠിനം എങ്കിലും ചെയ്തിടാം, ഭൂമിക്കടിയിൽ പണിതിടാം, ശ്രേഷ്ഠമായൊരു കൊട്ടാരം, ശ്രേഷ്ഠമായൊരു കൊട്ടാരം. കാറ്റും മഴയും ഏൽക്കാതെ, വെയിലും മഞ്ഞും കൊള്ളാതെ, കാറ്റും മഴയും ഏൽക്കാതെ, വെയിലും മഞ്ഞും കൊള്ളാതെ, തിന്നുമതിച്ചു രസിച്ചിടാം, സുഖമായി ചാഞ്ഞുറങ്ങിടാം, തിന്നുമതിച്ചു രസിച്ചിടാം, സുഖമായി ചാഞ്ഞുറങ്ങിടാം. അടിയിൽ തുരങ്കമുണ്ടാക്കാം, വേട്ടയാടാൻ പോകേണ്ട, മുയലുകൾ മാനുകൾ ജീവികളെല്ലാം വരി വരിയായി വന്നിടും, ഇനി വരി വരിയായി വന്നിടും. മൂഢനായ രാജാവ് എല്ലാം ശരിവെച്ചു, ഡിങ്കൻ മന്ത്രി കുഴിച്ചു വെച്ചു നല്ലൊരു കുഴിയതു താഴേക്കായി, നല്ലൊരു കുഴിയതു താഴേക്കായി. മാസം 1 കഴിഞ്ഞപ്പോൾ ഡിങ്കൻ വന്നു പറഞ്ഞല്ലോ, കൊട്ടാരത്തിൻ പണി തീർന്നു, കേറിപ്പാർക്കാം രാജാവേ, കേറിപ്പാർക്കാം രാജാവേ. പ്രൗഢിയോടെ എഴുന്നള്ളി മൂഢൻ ചിണ്ടൻ രാജാവ്, കൊട്ടും പാട്ടും കുഴൽവിളിയും മേളക്കാരുമകമ്പടിയും, മേളക്കാരുമകമ്പടിയും. അക്കാണുന്ന പാറയ്ക്കടിയിൽ ആഴമുള്ളൊരു കുഴിയുണ്ട്, അങ്ങോട്ടിറങ്ങിച്ചെന്ന കാണാം നമ്മുടെ കൊട്ടാരം, കാണാം നമ്മുടെ കൊട്ടാരം. രാജാവും പരിവാരങ്ങൾ ചാടി കുഴിയിൽ ഒരുമിച്ച്, രാജാവും പരിവാരങ്ങളും ചാടി കുഴിയിൽ ഒരുമിച്ച്. ഡിങ്കൻ തുള്ളിച്ചാടിപ്പാടി, ഞാനാണിനി രാജാവ്, ഞാനാണിനി രാജാവ്. വിഡ്ഢിയായ ചിണ്ടച്ചാരെ, ഞാനാണിനി രാജാവ്, വിഡ്ഢിയായ ചിണ്ടച്ചാരെ, ഞാനാണിനി രാജാവ്, ഞാനാണിനി രാജാവ്. നാടു ഭരിച്ചു മുടിച്ചു നടക്കും ഭരണാധിപരെ കേട്ടോളൂ,
നാടു ഭരിച്ചു മുടിച്ചു നടക്കും ഭരണാധിപരെ കേട്ടോളൂ. നിങ്ങൾക്കായി പണിയുന്നുണ്ട് കുഴികൾ പലതും ഓർത്തോളൂ. നിങ്ങൾക്കായി പണിയുന്നുണ്ട് കുഴികൾ പലതും ഓർത്തോളൂ. കുഴികൾ പലതും ഓർത്തോളൂ. ഈ പാട്ടില് ഠ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി ഠ എന്ന് എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. ആദ്യം റാ എന്ന് എഴുതും പോലെ എഴുതി മേലോട്ട് വളച്ച് അതിലൂടെ തന്നെ താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് വീണ്ടും മേലോട്ട് കൊണ്ടുവരിക. ഈ അക്ഷരം നമ്മൾ ഡ എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വളച്ച് ഒന്നും കൂടെ ചേർത്ത് വരച്ചാൽ ഠ എന്ന അക്ഷരമായി. നമ്മളൊന്നും കൂടെ നോക്കാം. ഡ എന്ന അക്ഷരത്തിൻ്റെ പോലെ നമ്മൾ ആദ്യം എഴുതുക. ഡ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഡ എന്നുള്ള അക്ഷരം ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളിലേക്ക് വളച്ച് ചേർത്ത് വെച്ചാൽ ഠ എന്ന അക്ഷരം ആയി. എങ്ങനെയാ അത് പറയുക? ഠ പറഞ്ഞു നോക്കണം കേട്ടോ. ഇനി ഠ വരുന്ന വാക്കുകൾ നമുക്കൊന്നും കൂടെ പരിചയപ്പെടാം. വിഡ്ഢി, ഇത് ശരിക്കും കൂട്ടക്ഷരമാണ്. ഡായും ഠായും ചേർന്ന അക്ഷരമാണ് വിഡ്ഢി. ഇനി മൂഢൻ, അല്ല നടുക്കുള്ള അക്ഷരം കണ്ടില്ലേ? ഠ, മൂഢൻ. അടുത്തത് പ്രൗഢി, പ്രൗഢി. ഇനി നമ്മൾ ഠ വർഗത്തിലെ എല്ലാ അക്ഷരങ്ങളും ഒന്ന് പരിചയപ്പെടാം. ട, ഠ, ഡ, ഠ, ണ. അപ്പം ഇത് എല്ലാ വാക്കുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാ അക്ഷരം വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് വരുന്ന ഈ 5 അക്ഷരങ്ങളും വരുന്ന കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതണം, വായിക്കണം, പഠിക്കണം. കുട്ടികളെ, നമ്മളിന്ന് എന്താ പഠിച്ചേ? ഠ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു അല്ലേ? ഠ വരുന്ന വാക്കുകൾ പഠിച്ചു. പട്ട വർഗം മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കി. ട, ഠ, ഡ, ഠ, ണ. അങ്ങനെ 5 അക്ഷരങ്ങൾ നമ്മളിന്ന് ഒന്നും കൂടെ പഠിച്ചു. ഇനി കൂടുതൽ നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി പഠിക്കണം. ടീച്ചർ പഠിപ്പിച്ച നാങ്ങേപ്പാട്ട് ഇഷ്ടമായോ? അതെല്ലാവരും പാടി പഠിക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ടീച്ചർക്ക് അയച്ചു തന്നാലേ ടീച്ചറുടെ വീഡിയോയിൽ നിങ്ങളെ വീഡിയോ കാണിക്കാം. അങ്ങനെ ചെയ്യാം. നിങ്ങൾ അയച്ചു തരുമോ ടീച്ചർക്ക് പഠിച്ചത്? അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്കൂളൊക്കെ തുറന്ന് നല്ല ഉഷാറായി എല്ലാവരും സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? അപ്പോൾ നന്നായി പഠിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം. ബൈ.